എല്ലാവർക്കും നമസ്കാരം. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അപ്പം, ദോശ, പുട്ട്, ഇടിയപ്പം അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ഇത് കോമ്പിനേഷനാണ്. അതുപോലെ റൈസ് ഐറ്റംസിൻ്റെയും കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. സവാളയൊന്നും വഴറ്റി നമുക്ക് അധികം സമയമൊന്നും കളയണ്ട, വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. തലേന്ന് രാത്രിയിൽ നിങ്ങളിതെല്ലാം ചേർത്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ഇനി നമുക്കൊരു 10-15 കാഷ്യൂസും കൂടി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത്രയും ഐറ്റംസ് ഞാനൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഞാൻ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. ആ 4 സവാളയും ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അതെല്ലാം നമുക്കൊന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർക്കാം. ഒരു 4 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളിതുപോലെ നന്നായിട്ട് ഒന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സവാളയൊക്കെ കുറച്ചൊന്ന് സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വിസിലിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല, എൻ്റെ കുക്കറിൽ വേഗം വിസിൽ കേൾക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു 5-6 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സവാള നന്നായിട്ട് വേകുന്നത് വരെ നമുക്ക് വിസിലേൽപ്പിച്ചെടുക്കണം. ഇനി ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റി വെക്കണം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കറിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച കാഷ്യൂം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. കുറേശ്ശെയൊന്നുമല്ല, മുഴുവൻ ചിക്കനും ഞാനിതിലേക്ക് 1.5 കിലോ ചിക്കനും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ഫ്ലേവർ കൂടുതൽ കിട്ടും. ഇനി നമുക്കിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ റിലീസായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓവർ മിക്സിങ് ആവാനും പാടില്ല, അടി പിടിക്കരുത്, അത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് മിക്സ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഒരു ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പരുവം പോരാ, നമുക്കിനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് ഓയിൽ റിലീസായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഓയിലിലിട്ട് നമ്മുടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. പക്ഷേ ഇനി നമുക്ക് കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതുവരെ ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പൊടികളൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ പൊടിയുടെ കളറൊക്കെ മാറി നന്നായിട്ടൊരു സ്മെല്ല് വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചാലും ആ പാനിനൊരു ചൂടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പൊടി അടിയിലത് കരിഞ്ഞു പോവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ആ ഓയിലിൽ കിടന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത ഓയിൽ ഫുള്ള് റിലീസായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടിയുടെ ആ കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഇനി ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയും വേണം. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അധികം ഗ്രേവി ഇല്ലാത്ത കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പോൾ വെള്ളം ചേർക്കണ്ട. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഞാനൊരു 3/4 കപ്പോളം വെള്ളവും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കവർ ചെയ്ത് വെക്കണം, കവർ ചെയ്ത് കുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും കറികൾ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് കുറച്ച് ചേർത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും പാകത്തിന് നമുക്ക് ഉപ്പ് ശരിയായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് ഒന്ന് തിളച്ച് അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ട് അങ്ങ് ഇളക്കി ഉടച്ച് കളയരുത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂവിൻ്റെ പേസ്റ്റും കൂടി ഇതിൽ ചേർത്ത് ഒന്ന് ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കാഷ്യൂ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരണം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.